സ്റ്റോറി രാഗേന്ദു. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. അസുരൻ്റെ പാതി. എന്തോ കണ്ട് പേടിച്ച പോലെ അവനിലേക്ക് ചുരുണ്ടുകൂടുന്ന പെണ്ണിനെ കണ്ടവൻ അവൻ്റെ വലതുവശത്തേക്ക് നോക്കി. നടന്നു വരുന്ന പൂച്ചയെ കണ്ടവന് ചിരി പൊട്ടി. എന്താ ഭൂമി ഇത്? എനിക്ക് ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ പേടിയാ. അവനെ മുറുക്കി പിടിച്ചവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും പൂച്ച അടുത്തെത്തിയിരുന്നു. അവൾ പേടിച്ചു പതിയെ നിരങ്ങി അവൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി അവൻ്റെ ഇടതുവശത്തായി അവനെ മുറുക്ക പിടിച്ചിരുന്നു. പൂച്ചയും അതുപോലെ തന്നെ അവനെ പറ്റിച്ചേർന്ന് വലതുവശത്തും. ഭൂമിയാണെങ്കിൽ അതിനെ കൊണ്ട് കള പറഞ്ഞു വിട് എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. അവൻ അതിനെ എടുത്ത് മടിയിൽ വച്ചതും പെണ്ണ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. അവൻ ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മറുകൈ കൊണ്ട് ആ പൂച്ചയെ മടിയിലിരുത്തി തലോടി. ആ, എന്നെ വിട്. ഇതൊന്നും ചെയ്യില്ല എൻ്റെ ഭൂമി, നീ വേണമെങ്കിൽ തൊട്ട് നോക്ക്. ഏയ് വേണ്ട. ഹാ, നോക്കടാ. അവൻ കുറച്ച് പാടുപെട്ട് പെണ്ണിൻ്റെ കൈ പിടിച്ച് പൂച്ചയെ തലോടി. പതിയെ അവളുടെ പേടി മാറി വന്നു. എന്നാലും പൂർണ്ണമായും ഇല്ല. അത് അനങ്ങുമ്പോൾ അവൾ ഞെട്ടുന്നുണ്ടായിരുന്നു. നീ വന്നിട്ട് ഇതിനൊരു പേരിടാന്നാ വിചാരിച്ചേ? അപ്പോൾ ഇതുവരെ പേരിട്ടില്ലേ? അവൻ നിഷേധാർത്ഥത്തിൽ മൂളി. എന്നാ നമുക്കിതിന് സ്നോബീന്ന് പേരിടാം. ഓക്കെ. പൂച്ചയെ മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് തെക്കനും അവൻ്റെ തോളിൽ ചാരി ഭൂമിയും മാനത്തെ അമ്പിളിക്കീറും നോക്കിയിരുന്നു. ചന്ദ്രൻ്റെ നേരിയ വെട്ടത്തിൽ ആ ഇരുനിറക്കാരിയുടെ മുഖത്തിന് പൂർണ്ണചന്ദ്രൻ്റെ ശോഭയായിരുന്നു. രാവിലെ തന്നെ തെക്കൻ കണ്ണു തുറന്നതും അടുത്തൊന്നും ഭൂമിയെ കണ്ടില്ല. ഇവളിതെവിടെ പോയി എന്നാലോചിച്ചവൻ കണ്ണും തിരുമ്മി താഴോട്ടിറങ്ങി. സ്റ്റെയർ ഇറങ്ങി ചെന്നതും വടിവാള് ചായയുമായി വന്നു. അവൻ ആ ചായ വാങ്ങി. ഭൂമി എന്തി ചോദിച്ചുകൊണ്ടവൻ ചായ ചുണ്ടോടടുപ്പിച്ചു. മോളെ ഇന്ന് നേരത്തെ എഴുന്നേറ്റു, അതുകൊണ്ട് അമ്പലത്തിൽ പോയേക്കുവാ, ഇപ്പം വരും, കുറച്ചായി പോയിട്ട്. അതും പറഞ്ഞ് വടിവാൾ അടുക്കളയിലേക്ക് പോയി. ചായയും കുടിച്ച് തെക്കൻ വാതുക്കലേക്ക് നടന്നു. വാതിൽ തുറന്നതും ഭൂമി പടിക്കേറി വന്നതും ഒരുമിച്ചാണ്. അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു പോയി. ഒരു ഡാർക്ക് റോസ് കളർ ധാവണി പാവാടയും ബ്ലൗസും പിന്നെ ഒരു ഓറഞ്ച് ധാവണി ഷാളുമാണ് അവളുടെ വേഷം. മുടി കുളിപ്പിന്നിട്ട് വിടർത്തിയിട്ടിട്ടുണ്ട്. രാവിലെ അമ്പലത്തിൽ പോവാൻ അലമാര തുറന്നപ്പോഴാണ് അവൻ വാങ്ങിക്കൂട്ടിയ ഹാഫ് സാരികൾ കണ്ടത്. പിന്നെ അത് എടുത്തുകൊണ്ട് പോയി. അവൻ്റെ നോട്ടം കണ്ട് പെണ്ണ് പതിയെ നടന്ന് അവൻ്റെ അടുത്തെത്തി. അവൻ ഇപ്പോഴും കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല നീളമുള്ള താലിമാലയും അവൻ്റെ പേരിൽ അവൾ തൊട്ട സിന്ദൂരവും പിന്നെ അവൾക്ക് വേണ്ടി അവൻ ആശിച്ചു വാങ്ങിയ ആ സാരി. തള്ളവിരലിലെ നഖം കടിച്ചൊരു വഷളൻ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സാരിമറ നീക്കി പുറത്തു ചാടിയ അവളുടെ വയറിൽ അവൻ്റെ കണ്ണുടക്കിയത്. ഒരു കുഞ്ഞു കറുത്ത പാടുപോലും ഇല്ലാതെ തെളിഞ്ഞ ഇരുനിറമുള്ള വയറ് കണ്ടതും അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞ വഷളൻ ചിരിയും കൂടി. ഓ, കണ്ടിട്ട് കടിച്ചു തിന്നാൻ തോന്നുക. എൻ്റെ പെണ്ണെ, നീ എന്നെ ചീത്തയാക്കും, അവൻ മനസ്സിൽ ചിന്തിച്ചു. ഭൂമിയാണെങ്കിൽ ഇതെന്ത് ജീവി എന്ന മട്ടിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. തെക്കൻ ഇപ്പോഴും അവളെ അടിമുടി സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ്. നോട്ട അവളുടെ മുഖത്തെത്തിയതും അവൾ എന്തെന്ന ഭാവത്തിൽ പുരികം പൊക്കി. ഇതാര്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? കാവിലെ ഭഗവതി അല്ലടാ, ഭദ്രകാളിയാ. ദേ, രാവിലെ തന്നെ എൻ്റെ വായി നിൽക്കാതെ മാറി നിൽക്കടാ നസ്രാണി രാവണ. ഇങ്ങനെ ചൂടായി രാവിലെ തന്നെ എൻ്റെ കൺട്രോൾ കളയാതെൻ്റെ കൊച്ചേ. അവനൊന്ന് പിറുവിറുത്തു. എന്തോന്നാ? അല്ല, നല്ല ചൂട് ചായ എന്ന് പറയുമായിരുന്നു. അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്ന പെണ്ണിൻ്റെ സാരിയുടെ വിടവിലൂടെ പ്രകടമായ ഇടുപ്പിൽ അവൻ ചൂട് ചായയുടെ കപ്പ് പതിപ്പിച്ചു. അവൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനാവുന്നതിന് മുമ്പേ തെക്കൻ കുസൃതിയോടെ അവളുടെ ഇടുപ്പിലൊന്ന് നുള്ളി ചായയും കുടിച്ച് അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. ഭൂമി നിന്നിടത്ത് തന്നെ ചവിട്ടിത്തുള്ളി. സാരി പോലും മാറാതെ ബെഡിലിരിക്കുവാണ് ഭൂമി. എന്നാലും എന്തു പരിപാടിയെ കാണിച്ചേ? ഇങ്ങനെ തുടങ്ങിയ ആ രാവണനെ എങ്ങനെ സ്നേഹിക്കാനാ ഞാൻ? വഷളൻ. ഇരുന്ന് പിറുപിറുക്കുന്നതിനിടയിലാണ് തെക്കൻ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്തുകൊണ്ട് വന്നത്. യെസ് സാർ. ഓക്കെ സാർ, ഞാൻ ഉടനെ വരാം. ഇപ്പോൾ തന്നെ വരാം സാർ. ഓ,
നിനക്ക് ഇപ്പം തന്നെ പോണോല്ലേ? ആയിക്കോട്ടെ. മനസ്സിലോർത്തുകൊണ്ട് അവൾ അലമാര തുറന്ന് കയ്യിൽ കിട്ടിയ ഡ്രസ്സ് കൊടുത്ത് ബാത്റൂമിലേക്ക് ഓടി. ഏയ് ഭൂമി, എനിക്ക് പോണം. ഭൂമി കളിക്കല്ലേ, ഇറങ്ങിയേ. എവിടെ? കൊച്ചകത്ത് കയറി ഷവർ ഓണാക്കി പാട്ടും പാടി തുടങ്ങി. തെക്കനാണെങ്കിൽ ഡോറിൽ തട്ടാനും മുട്ടാനും ഒക്കെ തുടങ്ങി. ഭൂമിക്കാണെങ്കിൽ അത് കേട്ടിട്ട് താളം പിടിക്കുന്ന പോലെയാ തോന്നി. അവൾ പിന്നെയും പാടാൻ തുടങ്ങി. ഭൂമി കളിക്കല്ലേ, ഇറങ്ങ്. തെക്കൻ ഡോറിൽ കിടന്ന് നല്ല തട്ടാണ്. കൊച്ചാണെങ്കിൽ സോപ്പ് ഒതുപ്പിച്ച് കൊമളയുണ്ടാക്കി കളിക്കുക. ഹായ്, ദീ വലിയ കൊമള. ഒടുവിൽ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിറങ്ങി. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന ഭാവത്തിൽ അവനെ നോക്കി പുച്ഛിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവനാണെങ്കിൽ പല്ല് ഞെരിച്ച് അവളെ നോക്കി നിൽക്കുക. നിന്നെ ഞാൻ കാണിച്ചു തരാടി. എന്ത് കാണിച്ചു തരാന്ന്? പുച്ഛത്തോടെ അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൾ ഒരു കൈ കൊണ്ട് അവളെ വലിച്ച് മതിലിൽ ചേർത്ത് നിർത്തി. വശ്യതയോടെ അവളെ നോക്കി. അറിയണോ? വല്ലാത്ത ഭാവത്തിൽ അവൻ ചോദിച്ചതും അവൾക്ക് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ആദ്യം മോൻ പോയി ധൃതി പിടിച്ച് കാണേണ്ട ആളെ പോയി കണ്ടിട്ട് വാ. അവൾ പറഞ്ഞപ്പോഴാണ് അവൻ അത് ഓർത്തത്. അവളെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. രാവിലെ കുളിച്ചൊരുങ്ങി ഓഫീസിൽ പോയ തെക്കൻ ഉച്ചക്ക് തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് വീണ്ടും ഡ്യൂട്ടിക്ക് പോയി. വൈകുന്നേരം റെഡിയായി നിൽക്കണമെന്ന ഓർഡർ. എവിടെയോ പോകണമെന്ന്. ഒരു കരിനീല സ്ലീവ്ലെസ് ടോപ്പും ഒരു ബ്ലാക്ക് ജീൻസ് സൂട്ട് ഭൂമി റെഡിയായി. മുടി ഒരു സൈഡിലേക്ക് പിന്നിയിട്ട ശേഷം സിന്ദൂരം തൊടാൻ ചെപ്പെടുത്തതും അവളൊന്ന് നിന്നു. അല്ലേ വേണ്ട, ആ രാവണൻ വന്ന് തന്നെ തൊടട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചുണ്ടിൻ്റെ ആരോഗ്യത്തിന് ഹാനികരാവും. ആലോചിച്ചുകൊണ്ട് നിന്നതും തെക്കൻ വന്നു. ഒരു 2 മിനിറ്റ്, ഇപ്പോൾ ഫ്രഷായിട്ട് വരും. അത്രയും പറഞ്ഞുകൊണ്ട് യൂണിഫോം ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചവൻ ടവലും എടുത്ത് ബാത്റൂമിൽ കയറി. തിരിച്ചു വന്ന് റെഡിയായി ഭൂമിക്ക് സിന്ദൂരവും തൊട്ടു കൊടുത്തിട്ട് അവളുമായി താഴോട്ടിറങ്ങി. വടിവാളിനോട് യാത്രയും പറഞ്ഞവരിറങ്ങി. എങ്ങോട്ടാ? യാത്രാമധ്യേ ക്ഷമ കെട്ട് ഭൂമി ചോദിച്ചു. ഒരു സ്ഥലം വരെ. അവൻ അവളെ നോക്കി സൈറ്റടിച്ചു. അതെവിടേക്കാന്നല്ലേ ചോദിച്ചേ? എൻ്റെ കുറുമ്പിക്ക് ഇച്ചിരി കണ്ണ് വെട്ടിച്ച് നടപ്പ് കൂടുതലാണ്. പിടിച്ച് ചങ്ങലക്കിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു തീർക്കും മുമ്പ് പെണ്ണവൻ്റെ തോളിൽ അമർത്തി കടിച്ചു. ആ കൈ വിടുന്നു കുട്ടിപ്പിശാശേ. ആ ഡീ ദേ ബാലൻസ് പോകുന്നു. അവൾ ദന്തങ്ങൾ അവൻ്റെ തോളിൽ നിന്നും വേർപ്പെടുത്തി ഒന്ന് മൂളി. ആവു, നീ എന്താടി പട്ടിയുടെ ജന്മമാണോ പട്ടിക്കുഞ്ഞ്? അവനൊരു കൈകൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് മറ്റേ കൈകൊണ്ട് അവൻ്റെ തോളിൽ തടവി. എന്തായാലും തന്നെപ്പോലെ അർജുൻ റെഡ്ഡിക്ക് ആദ്യോർമ്മയിലുണ്ടായതല്ല കാമാസുരൻ. വണ്ടി നേരെ ചെന്ന് നിന്നത് ഒരു വലിയ ജ്വല്ലറിയിലാണ്. പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി ഇരുവരും ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്നു. ഇവിടെ എന്തിനാ വന്നതെന്നുള്ള ചിന്തയിലാണ് അവൾ. എന്താ സാർ വേണ്ടത്? ഈ കൊലുസ്. തെക്കനാണ് മറുപടി പറഞ്ഞത്. സാർ, ഗോൾഡാണോ അതോ സിൽവറോ? ഗോൾഡ്. അവൻ പറഞ്ഞു തീർക്കും മുമ്പേ തെക്കൻ മറുപടി പറഞ്ഞു. സാർ, അങ്ങോട്ട് ചെല്ലും. അവർ കാണിച്ചു കൊടുത്ത വഴിയെ തെക്കനും ഭൂമിയും നടന്നു. ദേ ഇവൾക്ക് പറ്റിയ കൊലുസ്. തെക്കൻ ഭൂമിയെ കാണിച്ചുകൊണ്ട് സെയിൽസ് ഗേൾസിനോട് പറഞ്ഞു. എങ്ങനത്തെ മോഡലാണ് സർ വേണ്ടത്? നല്ല കിലുക്കമുള്ളതായിക്കോട്ടെ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ നരഭോജി എന്നെ വല്ല നഴ്സറി ക്ലാസ്സിലും കൊണ്ടാക്കാവോ? അവളൊരു ആത്മകഥം പറഞ്ഞു. അവർ നല്ല വീതി കുറഞ്ഞ നിറയെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ തൂങ്ങിക്കിടക്കുന്ന കൊളുത്തിൻ്റെ ഭാഗത്ത് നല്ല കിലുക്കമുള്ള മണികളുള്ള ഒരു കൊലുസ് കാണിച്ചു കൊടുത്തു. അതിൻ്റെ കിലുക്കം കേട്ടപ്പോൾ തന്നെ ഭൂമിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല ശബ്ദമുണ്ട്. ഇത്രയും കിലുക്കമുള്ളതൊന്നും വേണ്ട, അവൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. വേണം. ഇയാൾ എന്നെ പാസരം ഒടിപ്പിച്ച് നഴ്സറി കൊണ്ടിരുത്താൻ പോവാണോ? മിക്കവാറും ഇരുത്തേണ്ടി വരും. ഓ, അപ്പം നഴ്സറിയിൽ ഇരുത്താൻ മാത്രമുള്ള കൊച്ചിനെയാണോ കല്യാണം കഴിക്കുന്നത്? അവൾ അത് പറഞ്ഞതും അവൻ ആരും കാണാതെ അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചി. ഓ, എന്ത് പറ്റി വേണം? അവളുടെ അലർച്ച കേട്ട് സെയിൽസ് ഗേൾ ചോദിച്ചു. ഒന്നുമില്ല, കാലവിടെ നിന്ന് അടിച്ചതാ. അവളുടെ കള്ളത്തരം കേട്ട് തെക്കൻ ചിരി കടിച്ചു പിടിച്ചു. കൊലോ. അവൾ അവനെ നോക്കി പല്ല് ഞെരിച്ചു. സർ, ഇത് പാക്ക് ചെയ്യട്ടെ? ബില്ലടിച്ചോ, ഇപ്പം തന്നെ ഇടാം. അത് കേട്ടതും സെയിൽസ് ഗേൾ പ്രൈസ് ടാഗ് ഒരു ബില്ലടിപ്പിച്ചു.
അവൻ അവളുടെ അരികിൽ താഴെ മുട്ടുകുത്തിയിരുന്ന് അവളുടെ ഒരു കാലെടുത്ത് അവൻ്റെ നിവർത്തി വെച്ച ഒരു കാലിൽ വച്ചു. അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞ് ചുറ്റും നോക്കി. പല ജോഡി കണ്ണുകൾ അവരെ പരിഹാസത്തോടെയും അത്ഭുതത്തോടെയും മറ്റു പല ഭാവങ്ങളിലൂടെയും അവരെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. പണ്ട് തൊട്ടേ കൊതിച്ചതാണ് ഇങ്ങനൊരു സന്ദർഭം. പക്ഷേ തെക്കൻ്റെ സ്ഥാനത്ത് അച്ഛനെയായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. അവൾ അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. അവൻ നോക്കിയതും അവൾ പരിഭവത്തോടെ മുഖം തിരിച്ചു. പിച്ചിയതിനാവൂ എന്ന് കരുതി അവൻ അടുത്ത കാലിലും കൊലുസിട്ട് കൊടുത്തു. പിണക്കാണോ ഈ ഭൂമിദേവി? കാർ ഓടിക്കുന്നതിനിടെ അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അവൻ ഇടുപ്പിൽ ഒരു പിച്ചും കൂടി കൊടുത്തു. ആ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവളുമായി അവൻ നേരെ പോയത് ബീച്ചിലേക്കാണ്. വണ്ടി നിർത്തി പെണ്ണിനെ നോക്കിയതും ആ മുഖം കൊണ്ട് വീർത്ത് തൊടുത്തു. ഇറങ്ങുന്നില്ലേ? അവളൊന്നും മിണ്ടിയില്ല. ആകപ്പാടെ അടയ്ക്ക സൈസിലാവുള്ള ആ മൂന്ത, എന്നിട്ട് അതും വീർപ്പിച്ചു വച്ച് ഇരിക്കണാണ്ടില്ലേ അടക്കാക്കിളി. അതും പറഞ്ഞവൻ അവളുടെ കവിളിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. ഇനി ഇറങ്ങുന്നോ അതോ ഇവിടെ തന്നെ കൂടുന്നു? സൈറ്റ് അടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ചാടി പിടിച്ചിറങ്ങി. അവൻ അവളുമായി അധികം ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്തേക്ക് കടലിൻ്റെ ഇരമ്പലുകൾ കണ്ണിൽ നിറച്ചു മണ്ണിലിരുന്നു. അവൾ വന്ന് അടുത്തിരുന്നതും അവനെയും കടലിനെയും അവൾ മാറി മാറി നോക്കി. എന്തിനാ ഈ കടലിൻ്റെ അണ്ണാക്കിലേക്ക് നോക്കിയിരിക്കണേ? നിനക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന പരിപാടിയൊന്നും അറിയില്ലേ ഭൂമി? പിന്നെ ഈ ചെകുത്താൻ്റെ കൂടെയല്ലേ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നേ? ഇതിനെയാണോ ഈ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാവുക എന്ന് പറയുന്നത്? അല്ലടി, നിനക്ക് ഞാൻ കാണിച്ചു തരാതെ ശരിക്കും എങ്ങനെയാണെന്ന് എന്നും പറഞ്ഞവൻ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഭൂമിയുടെ കണ്ണുകൾ പകപ്പോടെ മിഴിഞ്ഞു വന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി. ചുണ്ടുകളെ മോചിപ്പിച്ച് കിതപ്പോടെ ദൃഷ്ടി മാറ്റി. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടലിലേക്ക് കണ്ണെറിഞ്ഞു. ഇപ്പോൾ ശരിക്കും അന്യൻ്റെ പ്രേതം കൂടിയതുപോലെ ഉണ്ട് ഭൂമി നിനക്ക്. ഇന്നലെ ഒന്ന് പറഞ്ഞ് ഇന്ന് മറ്റൊന്ന് പറയുക. എനിക്ക് തന്നെ അംഗീകരിക്കാൻ കുറച്ച് പാടാം. താഴേക്ക് ദൃഷ്ടി ഊന്നിയാണ് അവൾ മറുപടി കൊടുത്തത്. അവനും കടലിലേക്ക് നോട്ടം എറിഞ്ഞു. പാദസര ഇഷ്ടമായോ? ഇല്ല, ഭയങ്കര കിലുക്കുക. നല്ലതാ. ചിരി കടിച്ചു പിടിച്ചാണ് അവൻ മറുപടി കൊടുത്തത്. പിന്നെയും വീർത്തു പെണ്ണിൻ്റെ മുഖം. ഇത്തവണ അവൻ കുസൃതിയോടെ അവളുടെ കവിളിൽ ദന്തങ്ങളാഴ്ത്തി. ആ അവൾ വീണ്ടും അവനെ തള്ളി മാറ്റി. ഇത്തിരി നേരം ആ മണൽപ്പരപ്പിലിരുന്ന് അടുത്തുള്ള ചായക്കടയിൽ നിന്ന് തെക്കൻ ഇരുവർക്കും മസാല ചായ വാങ്ങി. ചുണ്ട് കൂർപ്പിച്ച് ഊതി ഊതി കുടിക്കുന്ന പെണ്ണിനെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്ന് ചായ ചുണ്ടോട് അടുപ്പിച്ചതും ചുണ്ടൊന്ന് പൊള്ളി. ആ എന്താ? ഒന്നുമില്ല. ചായ കുടി കഴിഞ്ഞവൻ ഒന്നുകൂടി കടലിലേക്ക് നോട്ടം എറിഞ്ഞു. സൂര്യൻ കടലിൻ്റെ മടിത്തട്ടിലേക്ക് വീഴുന്ന കാഴ്ചയിൽ അവൻ മുഴുകി നിൽക്കുവാണ്. അവൻ്റെ നോട്ടം കണ്ട് അവളും അങ്ങോട്ടേക്ക് നോക്കി. കടലിൽ ചായം പൂശിക്കൊണ്ട് കടലിൻ്റെ മടിത്തട്ടിലേക്ക് ചായുന്ന സൂര്യൻ. വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവില്ല. അവളുടെ കണ്ണുകൾ വിടർന്നു. നല്ല ഭംഗിയുണ്ടല്ലേ? എന്നേക്കാളും ഭംഗിയാണോ? അതിനവനൊന്ന് പുഞ്ചിരിച്ചു. ജീവിതത്തിലെ അല്പനിമിഷങ്ങൾക്ക് മാത്രം നിറമേകി മായുന്ന ചില സൗന്ദര്യങ്ങളെക്കാൾ എൻ്റെ ജീവിതം മുഴുവൻ സുന്ദരമാക്കാൻ പിറന്ന നിനക്ക് തന്നെയാണ് ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും ഭംഗി. അവൻ അവളുടെ കവിളിൽ മെല്ലെ തഴുകി. സംഭവം അല്പം പഞ്ചാരയാ, എങ്കിലും എനിക്കതങ്ങ് സുഖിച്ചു. പരിഹാസത്തോടെയും ചളിയായും പറയുന്ന പെണ്ണിനെ അവനൊന്ന് നോക്കി. സൂര്യൻ പൂർണ്ണമായും കടലിൽ താഴ്ന്നിരിക്കുന്നു. വളരെ കുറച്ചു പേരെ അവിടെയുള്ളൂ. ഇപ്പോഴും പിണക്കാണോ ഭൂമി? പോടാ നരഭോജി. കവിളിലൊന്ന് തടവിക്കൊണ്ട് അവൾ പറഞ്ഞു. സോറി. കൊണ്ടാ കടലിക്കള. അല്ല പിന്നെ. അവൾ പറഞ്ഞു തീർത്തതും അവൻ അവളെ ഇരു കൈയിലും കോരിയെടുത്ത് കടലിലേക്ക് നടന്നു. തുടരും.